ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. മുന്നേ ഇട്ട വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ ജലദോഷം, പനി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അപ്പോഴേക്കും സ്കൂളിൻ്റെ തിരക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. എന്തായാലും ബാക്കിയുള്ള വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ രാവിലെ 4 മണിക്കാണ്. കണ്ട ഉറക്കൊന്നും തെളിയാതെ ഓരോരുത്തരിയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന് രാവിലെ തന്നെ തേക്കടിയിൽ ബോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന മുന്നേ തന്നെയാണ് നമ്മൾ PWD റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ ബോട്ടിങ്ങും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ട്രക്കിങ് നടന്നിട്ട് പോയിട്ട് കാണുന്നത് കൊണ്ട്, പിന്നെ അതുപോലെ നാച്ചർ വാക്ക്, അങ്ങനെ അതാണ് അതിന് പറയാം. നാച്ചർ വാക്ക് ട്രക്കിങ്ങും ഉണ്ട്, പിന്നെ അതുപോലെ ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് പോകാനുണ്ട്. നമുക്ക് ഏകദേശം 7 മണിക്കാണ് ഫസ്റ്റ് 7 മണിയാണ് രാവിലെ ടൈമുള്ളത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രാവിലത്തെ ആ ഒരു ടൈം ചൂസ് ചെയ്യുക. ആ ടൈമിലാണ് നമുക്ക് പിന്നെയും കുറച്ചുകൂടിയൊക്കെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇല്ലെങ്കിൽ പിന്നെ ഈവനിങ്ങും ചെറിയ രീതിയിൽ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ടൈമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുന്നേ അവിടെ നമ്മൾ എത്തണം എന്ന് അതിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് കാലത്ത് പോയതല്ല. അപ്പോൾ കുട്ടികൾക്കൊന്നും ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാത്രം ചായ മാത്രം കുടിച്ചു. പിന്നെ ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ച് കയ്യിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി 7 മണിക്ക് തന്നെ കറക്റ്റ് ഷാർപ്പ് ടൈമിന് തന്നെ ബസ് എടുക്കും. KSRTC ബസ് ആണുള്ളത്. അവിടുന്ന് നമുക്ക് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആണ് നമുക്ക് വണ്ടിയിൽ പോകാനുള്ളത്. വണ്ടിയിൽ അവരെന്നെ നമ്മളവിടെ കൊണ്ടുവിടുകയും ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യും. പിന്നെ ടിക്കറ്റ് അവിടെ ഡയറക്റ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാം, പക്ഷേ ഭയങ്കര ക്യൂ ആവും. അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റെസിപ്റ്റ് അവരെ കാണിച്ചു കൊടുത്താൽ നമുക്ക് നേരെ വണ്ടിയിൽ കയറി ഇഷ്ടമുള്ള സീറ്റിൽ ഇരിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു കാടിൻ്റെ ഉള്ളിലായിട്ടാണ് തേക്കടി PWD റെസ്റ്റ് ഹൗസ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് അവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. ഫീസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നെ പേയ്മെൻ്റ് ഒന്നുമില്ല. അവിടുന്ന് റെസിപ്റ്റ് കളക്ട് ചെയ്യുക, സീൽ വെക്കാൻ, അങ്ങനെ എന്തൊക്കെ ചെറിയ പരിപാടികളുണ്ടായിരുന്നു അവിടെ ഒരു ഓഫീസിൽ. അങ്ങനെ അതാ ടൈമൊക്കെ ആയി. നമ്മൾ ബോട്ടിൽ പോവാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എനിമൽസിനൊക്കെ കാണാൻ പറ്റുമോ, ഏതൊക്കെ എനിമൽസിനെ കാണാൻ പറ്റും, അങ്ങനത്തൊക്കെ. കാരണം ഇതിപ്പോൾ നമുക്ക് ഭയങ്കര ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നാച്ചർ വാക്ക് ഉണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ പോകുന്നത് കണ്ടു. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ബോട്ടിങ് അടിപൊളിയായിരുന്നു. നമുക്ക് അത്യാവശ്യം എനിമൽസിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണി മുതൽ 7 to 9 അങ്ങനെയായിരുന്നു ടൈം എന്നൊക്കെ ഓർമ്മ തോന്നുന്നു. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനിയിപ്പോൾ മൃഗങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ആ കായലിലോട്ടുള്ള ആ ഒരു യാത്ര നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു കാം ഫീലായിട്ടുള്ള ഒരു
എക്സ്പീരിയൻസ് ആണത്. പിന്നെ നമ്മൾ കുറച്ചങ്ങ് പോയപ്പോൾ നമുക്ക് ഇതുപോലെ കാട്ടുപോത്തിനൊക്കെ കാണാൻ പറ്റി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കിപ്പോൾ ഫോട്ടോ എടുത്ത് തരാനാണെങ്കിലും വീഡിയോ എടുത്ത് തരാനാണെങ്കിലും, പിന്നെ അതുപോലെ അവർ ബൈനോക്കുലർ വെച്ചിട്ട് അനിമൽസിനെ അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് അവർ ഇൻഫോം ചെയ്യും, കാണുന്നുണ്ട്, നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഗൈഡ്സ് ആയിരുന്നു. അപ്പോൾ കാട്ടുപോത്ത് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. കാട്ടുപോത്ത് തന്നെയാണ് ഇതിന് പറയാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷ്വൽസൊക്കെ അവിടുത്തെ ഗൈഡ്സാണ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റി. പിന്നെ വിഷ്വൽസ് അവർ ഷൂട്ട് ചെയ്ത് തരും ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതുപോലെ പന്നികളുണ്ടായിരുന്നു, കാട്ടുപന്നികളുടെ കൂട്ടങ്ങളുണ്ടായിരുന്നു, മാനുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുള്ളിപ്പുലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് ആണ്. ഫോട്ടോയിലോ വീഡിയോയിലോ എവിടെയോ ഉണ്ട്. ഇതിൽ കാണുമ്പോൾ എത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു കായലിന് നടുക്കിലായിട്ട് തന്നെ ഒരു നമുക്കിതുപോലെ താമസിക്കാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് തോന്നുന്നു, ഫോറസ്റ്റിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നുണ്ട്. നോർമൽ PW ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഒരു കറുപ്പ് പോയിൻ്റ് പോലെ കാണുന്നുണ്ട്, അത് പുള്ളിപ്പുലിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കിതുപോലെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. നോർമൽ PWD റെസ്റ്റ് ഹൗസിനേക്കാളും കുറച്ചുകൂടി പേയ്മെൻറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി അല്ല, കുറച്ചധികം പേയ്മെൻറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തി. അപ്പോൾ പാർക്കിങ്ങിന് എക്സ്ട്രാ ഫീസ് ഉണ്ട് ഓൾറെഡി. അത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പാർക്കിംഗ് ഫീസും കൂടി അതിൽ ഇൻക്ലൂഡ് ആവുകയെന്ന് വെച്ചാൽ അതും കൂടി നമ്മൾ പേ ചെയ്യണം. പിന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി. ഏകദേശം 9 മണി 9:30 ആയ ടൈം ആയതുകൊണ്ട് അവിടെ 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. നൂൽപുട്ടും പിന്നെ അതുപോലെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും പിന്നെ അതുപോലെ എന്തായിരുന്നു മുട്ടക്കറിയും നൂൽപുട്ടും അത്ര അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും തന്നെ നമുക്കൊരു സെക്കൻഡ് ടൈം എടുക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോന്നു. പിന്നെ നമ്മൾ നേരെ അടുത്തത് പോയിരുന്നത് എൻ്റെ കുറേ കാലമായിട്ട് എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു തേനി. അപ്പോൾ തേനിയിലെ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ മുന്തിരിയുടെ ഹൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 എണ്ണം മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഗുഡാണെന്നല്ല, എന്നാലും ഒരു ഓക്കെ. പിന്നെ അതാ നമ്മൾ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയി. അത് ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ കാണാൻ. ഇങ്ങനെ പഴുത്ത് കൊലകൊലകളായിട്ട് നിൽക്കണ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമുക്കിവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. പിന്നെ അവിടെ എന്തോ ഒരു ചെറിയ അഡ്വഞ്ചർ പ്രോഗ്രാം അതുപോലെ കുട്ടികൾക്കൊക്കെ കയറിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അതാ പച്ചമുന്തിരി അവിടെ അങ്ങനെ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്, ഇടയിൽ ഇങ്ങനെ പഴുത്തിട്ട് അങ്ങനെ മൂപ്പ് വരുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ നഷ്വാക്ക് ഒരു സൈക്ലിങ്, അതിനെന്താ പറയുക, പാരാസൈക്ലിങ്, സ്കൈ സൈക്ലിങ്ങോ അങ്ങനെ എന്തോ പറയും, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അസ്വാക്കാണെങ്കിൽ സൈക്കിൾ കാലെത്തൂല, അപ്പോൾ അതുകൊണ്ട് അവൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ട് അവൾക്ക്, പക്ഷെ എന്നാലും ചെയ്തു, കുഴപ്പമില്ലാണ്ട് ചെയ്തു, നന്നായിരുന്നു.
അങ്ങനെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ നമ്മൾ കാളവണ്ടി കണ്ടു. എനിക്ക് തോന്നുന്നു ഞാൻ നേരിട്ടിട്ട് കാളവണ്ടി കാണുന്നത് ആദ്യമായിട്ടാണെന്ന്. പിന്നെ നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അത് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ആനകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഫ്രീ പാസ്സാണ്, കുമളിയിലാണ് അത് കേട്ടോ. അവിടെ എൻട്രി ഫീസ് ഇല്ല. അപ്പോൾ കയറുന്നിടത്ത് തന്നെ അതുപോലെ ഒരു ചെറുതല്ല, ഒരു വലിയ ഫിഷിൻ്റെ കുളമാണ്, കുളമല്ല കിണർ പോലെ അങ്ങനെ ആയിട്ടുള്ള എന്തോ ആണ് തോന്നുന്നുണ്ട്. പിന്നെ അത് ആനകളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നേരത്തെ മുന്തിരിത്തോട്ടം കണ്ട പോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമാണ്. ആഗ്രഹമല്ല, എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആന എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അടുത്ത് പോകാനൊക്കെ പേടിയാണ്. പക്ഷെ ആനകൾ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഒരു ആനനെ കണ്ടിരുന്നെങ്കിൽ എന്ന്. പക്ഷെ കാണാൻ മാത്രമേ ഇതുള്ളൂ, അടുത്ത് പോകാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടോ ആനയുടെ പുറത്ത് ഇങ്ങനെ സവാരിയൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര്. അപ്പോൾ അങ്ങനെ പോകണമെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അങ്ങനെ പോകാനൊക്കെ കുറച്ച് പേടിയാണ്. പിന്നൊരു എന്തോ പേടിയാണ് മെയിനായിട്ട് അതിൻ്റെ പുറത്ത് കയറാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയാണുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.